പിരിക്കാനൊക്കെ ആൾക്കാരുണ്ടാവും. പിരിവ് കഴിഞ്ഞ് പൈസ എന്ത് ചെയ്തു, അല്ലെങ്കിൽ ആരുടെ ഒന്നൊക്കെ കിട്ടി എന്നുള്ള ചോദ്യങ്ങളുണ്ടാവും. പിന്നീട് അത് പ്രശ്നങ്ങളിലേക്ക് മാറും. അങ്ങനെ ഉണ്ടാവാതിരിക്കുക എന്നൊരു ലക്ഷ്യം വളരെ നിർബന്ധമാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റു സ്ഥലങ്ങളിൽ അവർ അവലംബിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവർ ചെയ്തിട്ടുള്ള രീതിയിൽ നമ്മൾ പുല്ലാര മഹല്ല് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഈ വരുന്ന 26-ാം തീയതി ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെ ഒരു ടൈം ഷെഡ്യൂൾ വെച്ചുകൊണ്ട് എല്ലാവരും, മഹല്ലിലുള്ള എല്ലാവരും, അതുപോലെ പുല്ലാര ദേശത്തുള്ള എല്ലാവരും, നമ്മൾ മഹല്ലെന്നോ അല്ലെങ്കിൽ ഇതെന്നോ മാറ്റി നിർത്തിക്കൊണ്ട് പുല്ലാര ബൗണ്ടറിയിലുള്ള എല്ലാവരും ഒരുമിച്ച് പല സമയങ്ങളിലായി, അതായത് അന്ന് കൂലിപ്പണിക്ക് പോകുന്നവർക്ക് രാവിലെ കൂലിപ്പണിക്ക് പോകാം, അത് കഴിഞ്ഞ് വൈകുന്നേരം വന്നിട്ടാണെങ്കിലും ഇവിടെ പണം കൊടുത്തിട്ട് പോകാം. വേറൊരാൾക്കും ഒരാളെയും ഇതിന് ചുമതലപ്പെടുത്തിയിട്ടില്ല. ഒരാൾ ചോദിച്ചാൽ നിങ്ങൾ പൈസ കൊടുക്കരുത്. അതായത് നമ്മുടെ പുല്ലാരയിലുള്ള ഒരാളും വേറൊരാൾക്ക് പൈസ കൊടുക്കേണ്ടതില്ല. 26-ാം തീയതി ഇവിടെ കൊടുന്ന് മാത്രം കൊടുത്താൽ മതി. ഇവിടെ കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങളിവിടെ പൈസ കൊടുക്കുന്ന സമയത്ത് ആരുടെ അടുത്താണോ കൊടുക്കുന്നത്, എത്രയാണോ നിങ്ങൾ കൊടുക്കുന്നത്, ആ കൊടുക്കുന്ന പൈസ നമ്മളന്നൊരു ടെക്നിക്കൽ ടീം ഉണ്ടാവും. അവർ ഇത് ക്യാമറ വഴി ലൈവായിട്ട് ഒരു യൂട്യൂബ് ചാനലിലൂടെ നമ്മളത് പുറത്തേക്ക് വിടും. അപ്പോൾ 1000 രൂപ വന്നാൽ 1000 രൂപ എന്നതിൽ എഴുതി കാണിക്കും. ഇത് കൃത്യമായിട്ട് ആ സ്ക്രീനിൽ കാണാൻ പറ്റും. ഇവിടെ നടക്കുന്ന പരിപാടികളും അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ താഴെ ലൈവായിട്ട് പോകും. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്കും പ്രവാസികൾക്കും ഒക്കെ ഒരേ സമയം ഇത് വീക്ഷിക്കാൻ പറ്റും. മാത്രമല്ല ആരൊക്കെ പൈസ തന്നു, എത്ര വന്നു, ഇനി എത്ര വരേണ്ടതുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതിലൊരു കള്ളത്തരം ഉണ്ടാവില്ല, അല്ലെങ്കിൽ സുതാര്യതയുടെ ഒരു കുറവുണ്ടാവില്ല. അപ്പോൾ വളരെ വ്യക്തമായിരിക്കും. അപ്പോൾ ചില ആൾക്കാർ ചിന്തിക്കുന്നത്, നേരത്തെ അമ്പല കമ്മിറ്റിയിൽ അവർ പറഞ്ഞ പോലെ ഞാനൊരു 50 രൂപയാണ് തരുന്നതെങ്കിൽ അത് ഞാനവിടെ കൊടുക്കുമ്പോൾ അതൊരു മോശമല്ലേ എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും. നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ 50 രൂപ തരുന്ന ആളുടെ 100% അയാൾ തരുന്നത്. അയാൾക്കുള്ള ഒരു 50 ആണെങ്കിൽ അയാൾ 50 തരുമ്പോൾ അയാൾക്ക് വേറൊരു 50 ഇല്ലാത്തതുകൊണ്ട് 50 നിർത്തുന്നത്. പക്ഷെ 2000 3000 കൊടുക്കുന്ന ആൾക്ക് ചിലപ്പോൾ അയാൾക്ക് 5000 10,000 ഉണ്ടാവും. ഓക്കെ, അയാളെ സമ്പാദ്യത്തിന്റെ ഒരു 10% മറ്റേയാൾ കൊടുക്കുന്നുള്ളൂ. ഇയാളുടെ സമ്പാദ്യത്തിന് 100% കൊടുക്കുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ആ 50-ന് മറ്റേ 5000-ത്തിനേക്കാളും 10,000-ത്തേക്കാളും വാല്യൂ ഉണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചാൽ 50 ഒരു ചെറിയ സംഖ്യ അല്ല എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം നമ്മളിവിടെ കൊണ്ടുതരാൻ ഈ കൂട്ടായ്മയുടെ ഭാഗമാവുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രാധാന്യം. അതുപോലെ തന്നെ നമ്മുടെ പുല്ലാര ദേശത്ത് മൊത്തം 1300ഓളം വീടുകളുണ്ട്. ഒരു വീട്ടിൽ ഉപ്പയും ഉമ്മയും അടങ്ങുന്ന ഒരു കുടുംബത്തിൽ മിനിമം 4 ആളെ കണക്ക് കൂട്ടിയാൽ നമ്മൾ ഇത് 1300-ന് 50 ലക്ഷത്തിന് 1300 കൊണ്ട് ഹരിച്ചാൽ ഒരു 3800 രൂപ ഒരു വീട്ടിൽ നിന്നുണ്ടായാൽ കൃത്യമായിട്ട് നമുക്കിത് ഫിനിഷ് ചെയ്യാൻ പറ്റും. അതായത് 4 ആൾ 1000 രൂപ എടുത്താൽ മതി. വളരെ സിമ്പിളാണ്, കണക്കൂട്ടുമ്പോൾ വളരെ സിമ്പിളാണ്. ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിൽ ഞങ്ങൾ 9 മക്കളുണ്ട്. എല്ലാവരും 1000 രൂപ എടുത്താൽ 9000 രൂപയായി. അതുപോലെ തന്നെ അങ്ങനെ കൂട്ടുകയാണെങ്കിൽ തൊട്ടടുത്തുള്ള വീട്ടിൽ അതിനേക്കാൾ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ മാത്രമല്ല, അല്ലെങ്കിൽ ഒരു വീട്ടിലെ കാരണവർ സാധാരണ എന്തെങ്കിലും പിരിവിനെടുക്കുമ്പോൾ എൻ്റെ വീട്ടിലുള്ള ജ്യേഷ്ഠനോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ 1000 രൂപ കൊടുത്തിട്ട് അവിടെ ഫിനിഷ് ചെയ്യാം എന്ന രീതിയല്ല. അവിടെ കെട്ടിച്ചു വിട്ട മക്കളെ നമുക്ക് ഇതിലേക്ക് ക്ഷണിക്കാം. അവരോട് പറയാം, നിങ്ങൾ 1000 രൂപ വെച്ച് തരണം. അപ്പോൾ എല്ലാവരും ഒരു 1000 രൂപ വെച്ച് കിട്ടിയാൽ വളരെ സിമ്പിളാണ്. ഒരു 5000 രൂപ ഒരു വീട്ടിൽ നിന്നോ, ചില വീട്ടിൽ നിന്ന് ആകെ 500 രൂപയെ കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഈ പറഞ്ഞ 3800-ൽ ചിലപ്പോൾ ഈ വീട് പെടില്ലെങ്കിൽ ചില വീട്ടിൽ നിന്ന് 10,000 ആവും. അപ്പോൾ ഇതിങ്ങനെ കവർ ചെയ്ത് പോകും. മിനിമം നമ്മളൊരു 1000 വീട്ടിൽ നിന്ന് 5000 രൂപ വെച്ച് കിട്ടിയത് തന്നെ 50 ലക്ഷമായി. അപ്പോൾ പല രീതിയിലും നമുക്ക് ഇതിനെ കണക്കൂട്ടിയാൽ വളരെ സിമ്പിളായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ പിരിക്കാവും. മാത്രമല്ല വേറൊരു സ്ഥലത്തോ നമ്മളൊരു അങ്ങാടിയിൽ ഇറങ്ങി ബക്കറ്റ് പിരിച്ച് ബസ്സുകൾക്കും വാഹനങ്ങൾക്കും കൈ കാണിച്ച് പിരിക്കേണ്ട ഒരു ആവശ്യം നമ്മളൊരു സുഹൃത്തിന് വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് വേണ്ട, മറിച്ച് നമ്മുടെ നാട്ടുകാരിൽ വളരെ സിമ്പിളായിട്ട് നമുക്കത് ഫിനിഷ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് കൊണ്ടാണ്, മാത്രമല്ല ഒരു സുതാര്യത ഇതിൽ വേണം എന്നത് കൊണ്ടാണ് നമ്മളെല്ലാവരും ഇങ്ങോട്ട് വരുന്നത്. അതുമാത്രമല്ല അന്നൊരു ചരിത്ര നിമിഷമായിട്ട് പുല്ലാരയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു ദിവസമായിട്ട് നമുക്കതിനെ മാറ്റണം. അന്ന് എല്ലാവരും, അന്ന് ഈ അങ്ങാടിയിൽ അല്ലെങ്കിൽ ഈ പുല്ലാരയുമായി ബന്ധപ്പെട്ട് ജീവിച്ചവർ മുഴുവൻ, അത് ഏത് പാർട്ടിയാവട്ടെ, ഏത് സംഘടനയാവട്ടെ, ഏത് മതമാവട്ടെ, ഏത് ജാതിയാവട്ടെ, ഏത് ലിംഗമാവട്ടെ, അവർ ഈ ഹാളിലോ അല്ലെങ്കിൽ താഴെയുള്ള ഹാളിലോ, പ്രത്യേകം സ്ത്രീകൾക്ക് താഴെ പ്രത്യേക കൗണ്ടർ ഉണ്ടാവും, മുകളിൽ പുരുഷന്മാർക്ക് കൗണ്ടർ ഉണ്ടാവും. നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ ഒരു നാടിന്റെ ഐക്യം അന്നുണ്ടാവും. അത് വല്ലാത്തൊരു ചരിത്രമായിരിക്കും. കാരണം ഇവിടെ ഒരുപക്ഷെ ധാരണ പറഞ്ഞ പോലെ ഇവിടൊന്നും ഇന്നവരെ നമ്മുടെ നാട്ടിൽ ഇന്നവരെ ഒരു കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരുമിച്ചിരുന്നിട്ടില്ല. അന്ന് 26-ാം തീയതി കൂടി നമ്മൾ ഇതേപോലെ ഇരുന്നാൽ
അന്ന് അതുപോലെ തന്നെ ഇവിടെ ആശംസ അറിയിക്കാനുള്ള ഒരു മൈക്ക് പോഡിയം ഉണ്ടാവും. അപ്പോൾ ആളുകൾ വരുന്ന സമയത്ത് നമുക്ക് എല്ലാ സംഘടനകളുടെയും, എല്ലാ മതങ്ങളുടെയും, എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും, അതുപോലെ തന്നെ എന്തൊക്കെയുണ്ടോ എല്ലാ ക്ലബ്ബുകളുടെയും നേതാക്കന്മാരെ നമുക്ക് വിളിക്കാം, ജില്ലാ ഭാരവാഹികൾ വിളിക്കാം, സംസ്ഥാന ഭാരവാഹികൾ വിളിക്കാം, MLA മാരെ വിളിക്കാം, ആരും വന്നോട്ടെ. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം വരെ നമുക്ക് സമയമുണ്ട്. അവരിവിടെ വന്ന് ഒരു ആശംസ അറിയിച്ചു പോകുമ്പോൾ അതൊരു ചരിത്രത്തിന്റെ ഭാഗമാവും. അതിൽ രാഷ്ട്രീയമില്ല, മതമില്ല, സംഘടനകളില്ല, ആരുമില്ല. നമ്മളെല്ലാവരും വന്ന് ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിക്കൊണ്ട് നമുക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യുകയും ചെയ്യാം. മാത്രമല്ല നമ്മുടെ നാടിന്റെ ഒരു ഐക്യം, നമ്മളെ നാട്ടുകാരുടെ ഒരു കൂട്ടായ്മ നമ്മൾ ചരിത്രത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു ദിവസമാക്കി നമുക്ക് ആ ദിവസത്തിനെ മാറ്റണം. അതിന്റെ ഗൗരവം നമ്മൾ ഏറ്റെടുത്താൽ, അതിന്റെ ഗൗരവം നമ്മുടെ ഉള്ളിലുണ്ടായാൽ, ഒരു ഫുട്ബോൾ ടൂർണമെന്റ് ഉണ്ടാകുമ്പോൾ ഫുട്ബോളിന് താല്പര്യമുള്ളവർ മുഴുവൻ അവിടെ എത്തും. അത് നമുക്ക് അതിനോടുള്ളൊരു താല്പര്യം കൊണ്ടാണ്. ഒരു നേർച്ച ഉണ്ടാകുമ്പോൾ നേർച്ചയ്ക്ക് നമ്മളെല്ലാവരും എത്തും. അല്ലെങ്കിൽ ഒരു ഉത്സവം ഉണ്ടാകുമ്പോൾ ഉത്സവത്തിലുള്ളവരെത്തും. ആ ഒരു താല്പര്യം നമ്മൾ ഇതിന് എല്ലാവരും കൂടി ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം ഒരാളെ പിടിച്ചു നിർത്തേണ്ട ആവശ്യമില്ല. ഞായറാഴ്ച ലീവ് എടുക്കേണ്ട ആവശ്യം എല്ലാവർക്കും ഇല്ല. കടയിൽ നിൽക്കുകയാണെങ്കിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്ന സമയത്ത് അയാൾക്ക് ഇവിടെ വന്ന് പണം കൊടുത്തിട്ട് പോകാം. വൈകുന്നേരം കട അടച്ചതിന് ശേഷം വന്നിട്ട് പോകാം. കൂലിപ്പണിക്കൊന്ന് പോകുന്നതാണെങ്കിൽ അയാൾ കൂലിപ്പണി കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്നിട്ട് പൈസ അടച്ചിട്ട് പോകാം. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ പ്രസംഗ പീഠം വെച്ചിട്ട് ആളുകളെ മുഴുവൻ ഇവിടെ ഇരുത്തി വൈകുന്നേരം വരെ ഒരു പ്രസംഗമല്ല നടക്കുന്നത്. മറിച്ച് എല്ലാവരും വരുന്നു, നേർച്ചയ്ക്ക് ചോറ് വാങ്ങി പോകുന്ന പോലെ ഇവിടെ വരുന്നു, നിങ്ങളിവിടെ പണം കൊടുക്കുന്നു, അതിവിടെ സ്ക്രീനിൽ കാണുന്നു. അതേപോലെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ നാട്ടുകാർ മുഴുവൻ കാണുന്നു. അത് ലൈവായിട്ട് നമുക്ക് എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും അതിന്റെ ലിങ്കൊക്കെ കൊടുക്കാം. അങ്ങനെ ലൈവായിട്ട് കാണുന്നു. നമ്മളെല്ലാവരും ഇവിടെ വരുന്നു, ഇതിന്റെ ഒരു ഭാഗമാകുന്നു. നമ്മുടെ സംഖ്യ ഇവിടെ കൊടുക്കുന്നു. ഇവിടെ ചെറിയൊരു ചായയും സ്നാക്സും ഒക്കെ അതിന്റെ ഭാഗമായിട്ടുണ്ടാവും. അത് നമ്മൾ അതിന്റെ കൂടെ തന്നെ കഴിക്കുകയും ചെയ്യുന്നു. നമ്മുടെ സന്തോഷം പങ്കുവെക്കുന്നു. വൈകുന്നേരം ആകുമ്പോഴത്തേന് നമ്മളൊക്കെ ഇലക്ഷന് റിസൾട്ട് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. നമ്മളെ പാർട്ടി ജയിച്ചാൽ നമുക്കുണ്ടാകുന്ന സന്തോഷം. ആ ഒരു സന്തോഷത്തിന്റെ അപ്പുറം നമ്മുടെ നാട്ടിലുള്ള ഒരു ചെറുപ്പക്കാരന് വേണ്ടിയിട്ട്, നമ്മളെ സുഹൃത്തിന് വേണ്ടി, നമ്മുടെ കൂടെ നടന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒരു 50 ലക്ഷം പിരിച്ചെടുത്തു. അയാളുടെ ജീവിതം നമ്മൾ പകുതി, ബാക്കി ദൈവത്തിന്റെ കയ്യിലാണ്, ബാക്കി ഇവിടുത്തെ മെഡിക്കൽ സയൻസിന്റെ കയ്യിലാണ്. പകുതി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പകുതി നമ്മൾ കൊടുത്തു എന്ന സന്തോഷം നമ്മുടെ മുഖത്തുണ്ടായതോടുകൂടിയാണ് നമ്മൾ ഇവിടുന്ന് പോകേണ്ടത്. അതിന് നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം. അതുപോലെ തന്നെ ഇനി നമ്മുടെ മുന്നിലുള്ള ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഇതിന്റെ പരസ്യമാണ്. അതായത് ഇത് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, നമ്മൾ എന്തിന് ഇതിന്റെ ഭാഗമാകണം എന്ന ഒരു ചിന്തയിലേക്ക് അവരെത്തിക്കണം. അപ്പൊ അതിന് കുറെ ആളുകൾ വേണം. പല വീടുകളിൽ കയറി ഇറങ്ങണം. അപ്പൊ ചില വീടുകളിലേക്ക് ചില ആളുകൾ കയറി ചെല്ലുമ്പോൾ അതിന്റെ ഗൗരവത്തോടു കൂടി അത് അവതരിപ്പിക്കണം. അതേപോലെ നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ വീട്ടിലുള്ള ആളുകളിലേക്കാണ് ആദ്യം എത്തിക്കേണ്ടത്. സ്വന്തം പെങ്ങന്മാരിലേക്ക്, സ്വന്തം വീട്ടിലുള്ള സ്ത്രീകളിലേക്ക്, സ്വന്തം വീട്ടിലുള്ള പ്രവാസികളിലേക്ക് എത്തിക്കാൻ എല്ലാവരും തയ്യാറാവണം. അതുപോലെ തന്നെ ഹൗസ് ക്യാമ്പയിന് ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ, ഒന്ന് ഹൗസ് ക്യാമ്പയിനാണ്. ആ ഹൗസ് ക്യാമ്പയിന് പല ഡിവിഷനുകളായിട്ട് ഒരുപാട് കമ്മിറ്റികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് എല്ലാവരെയും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അവരെ തിരിച്ച് ഓരോ വീടുകളിലേക്കും വിടും. അത് കഴിഞ്ഞ് ഇന്ന ദിവസത്തേക്ക് ഇങ്ങോട്ട് വരാൻ, ആ ദിവസം ഇലക്ഷന് വണ്ടി വിടുന്നത് പോലെ, ഇപ്പൊ മലനാട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർ വരാനുണ്ട്, അവർക്ക് വരാൻ വണ്ടി ഇല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് വണ്ടി വിട്ടു കൊടുക്കും. അവർ ആ വണ്ടിയിൽ വന്ന് ഇവിടെ വന്ന് പണം കൊടുത്ത് തിരിച്ചു പോകാൻ അവർക്ക് അതേ വണ്ടി ഇവിടെ ഉണ്ടാവും. അങ്ങനെ പല തുള്ളി പെരുവെള്ളമായിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം, നമ്മൾ മറ്റെന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ, നമ്മളൊരു കല്യാണം ഉണ്ടായാൽ, നമ്മുടെ വീട്ടിൽ കല്യാണം ഉണ്ടായാൽ നമ്മളന്ന് വേറെയുള്ള ചിന്തകളൊക്കെ മാറ്റി ആ കല്യാണത്തിന് വേണ്ടി നമ്മൾ ലക്ഷ്യം വെച്ച് നിൽക്കുന്നത് പോലെ, അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിന് നമ്മൾ ലക്ഷ്യം വെച്ച് നിൽക്കുന്നത് പോലെ, അന്നത്തെ ദിവസം ആളുകളെ ഇവിടെ എത്തിക്കാനും ഇവിടുന്ന് അവരെ വീട്ടിലേക്ക് എത്തിക്കാനുമുള്ള എല്ലാ സൗകര്യങ്ങളും, അതുപോലെ ഇവിടെ എത്തിയാൽ വളരെ സുതാര്യമായിട്ട് 1 രൂപ ഇവിടെ ഒരാൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ 1 രൂപ പോലും നമ്മുടെ സ്ക്രീനിൽ തെളിയുന്നത് പോലെയാണ് നമ്മുടെ ടെക്നിക്കൽ വിഭാഗം അതിനു വേണ്ടിയിട്ട് മാറ്റിവെച്ചിട്ടുള്ളത്. 2 അക്കൗണ്ടുകളാണുള്ളത്. ഒന്ന് ഷർഫുദ്ദീന്റെ പേരിൽ തന്നെയാണ് ഒരു അക്കൗണ്ട് ഉള്ളത്, ഒന്ന് അതുപോലെ തന്നെ കമ്മിറ്റിയുടെ പേരിലാണുള്ളത്. ഇതിന്റെ QR കോഡ് ഒരാൾക്കും കിട്ടൂല. ഇതിന്റെ സ്കാനർ നമുക്ക് ഒരാളുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ഉണ്ടാവില്ല. അന്നത്തെ ദിവസം ഈ ഹാളിലോ അതല്ലെങ്കിൽ താഴെയുള്ള ഹാളിലോ മാത്രമാണ് സ്കാനർ ഉണ്ടാവുക. ഇപ്പൊ നിങ്ങൾ മൊബൈൽ വഴിയാണ് പണം നൽകുന്നതെങ്കിൽ ഇവിടെ വന്നിട്ട് സ്കാനറിലൂടെയാണ് പണം അയക്കുക. അതല്ല, പ്രവാസി നിങ്ങൾക്ക് പണം അയച്ചിട്ടുണ്ടെങ്കിൽ ആ പണമായിട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ടാണ് അത് കൊടുക്കുക. കമ്മിറ്റി ഭാരവാഹികളിൽ ഒരാളെ അങ്ങാടി കണ്ടുകൊണ്ട് 500 നമ്മളെ വക, ആ പരിപാടി ഇല്ല. അങ്ങനെയാണെങ്കിൽ ചില 500-ന് തരണ്ടാവില്ല. അല്ലെങ്കിൽ പറയും ഞാൻ അവിടെ കൊടുത്തിരുന്നു, ഇവിടെ കൊടുത്തിരുന്നു, അല്ലെങ്കിൽ ആ പണം എന്തായി ഇങ്ങനെയായി. അങ്ങനത്തെ ഒരു പരിപാടികളുമില്ല. ആരൊക്കെ പണം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, അത് 1 രൂപയായാലും 1 ലക്ഷമായാലും നമ്മളെല്ലാവരും ഈ ഹാളിലേക്കോ അല്ലെങ്കിൽ പുല്ലാരിലെ ഓഡിറ്റോറിയത്തിൽ വന്ന് അന്ന് ഇവിടെ കൊടുക്കുകയും ആ കൊടുക്കുന്ന തുക എത്രയായാലും അത് ലൈവായിട്ട് സ്ക്രീനിൽ അത് തെളിഞ്ഞു വരികയാണ് ചെയ്യുക. അത് വൈകുന്നേരം ആകുമ്പോഴേക്കും 50 ലക്ഷമായാൽ നമ്മളത് ഫിനിഷ് ചെയ്യും.
ആ 50 ലക്ഷം ആകുന്നതോടുകൂടി നമ്മൾ ഈ ലൈവും കട്ടയും അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും അതിനുശേഷവും ഇതെന്തൊക്കെയാണ് നടക്കുന്നത്, ഇനി എന്തൊക്കെ ചെലവുകൾ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഇതുപോലെ സുതാര്യമായിട്ട് തന്നെയാണ് നടത്തുക. അപ്പോൾ ഇത്രയാണ് അന്നത്തെ ദിവസം ഉണ്ടാവുക. ആർക്കും ഈ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഞങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ നിൽക്കേണ്ടി വരുമോ, അതല്ലെങ്കിൽ നമ്മൾ അന്നത്തെ ദിവസം ജോലി ലീവ് എടുക്കേണ്ടി വരുമോ, അതല്ലെങ്കിൽ ഞങ്ങൾ പൈസ കൊണ്ടുവന്നാൽ എന്താവും, ഇങ്ങനത്തെ ചിന്തകളൊന്നും ഉണ്ടാവരുത്. നമ്മൾ മറ്റൊരു രീതിയിൽ വീടുകളിൽ കയറി ഇറങ്ങി, അല്ലെങ്കിൽ ഷീറ്റിൽ പേര് എഴുതി വെക്കും, എന്നിട്ട് അയാൾ ഒരു 5000 എഴുതും. ആ പൈസ കിട്ടാൻ പിന്നെയും ഫോം വിളിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. പിന്നെ ചില ആളുകൾ അത് മറന്നുപോകും. അപ്പൊ അങ്ങനത്തെ ഒരു ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരൊറ്റ ദിവസം പണം മുഴുവൻ എത്തിക്കുക എന്നുള്ളത്. അതുകൊണ്ട് അന്ന് ഇവിടെ വരിക, നമ്മൾ ആരാണോ നമ്മുടെ വീടിന്റെ പ്രതിനിധിയായിട്ട് വരാൻ ഉദ്ദേശിക്കുന്നത് അയാൾക്ക് വരാം, അതല്ല വീട്ടിലുള്ള എല്ലാവർക്കും വരാം. ഓരോ പെങ്ങന്മാരും അങ്ങനെ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, അതല്ല ഒരുമിച്ചായിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അതുപോലും അന്നത്തെ ദിവസം അങ്ങാടിയിൽ നിന്ന് കമ്മിറ്റിക്കാരനെ കണ്ട അയാളടുത്ത് കൊടുത്തു വിടുന്ന രീതി പോലും പാടില്ല. മറിച്ച് എല്ലാവരും ഇവിടെ വന്ന് ആ പൈസ ഇല്ലെങ്കിലും ഇനി സ്വന്തം വീട്ടിൽ നിന്ന് വേറെ ആരെങ്കിലും കൊടുത്തു, വീട്ടിലെ കാരണവരായിട്ട് വാപ്പ കൊടുത്തു, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്നു കൊടുത്തു, എന്നാൽ പോലും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇത്ര വലിയൊരു ചരിത്ര ദിവസമാണ്. നമ്മൾ ഇതിന്റെ ഭാഗമാകണമെന്ന് കരുതി നമുക്ക് ഇവിടെ വരാം. നമ്മളെല്ലാവരും രാവിലെ മുതൽ ഒരു ദിവസം മുഴുവനായിട്ട് ലീവ് എടുക്കേണ്ടതില്ല. വീണ്ടും പറയണത് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത് ആർക്കും. പക്ഷെ അന്ന് നമ്മുടെ നാട്ടിൽ ബാക്കിയുള്ള പരിപാടികളിൽ നിന്ന് എല്ലാവരും മാറി നിൽക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കുറെ ആളുകൾ ഉണ്ടാവുമ്പോഴാണ് ഇതിന്റെ ഒരു ഭംഗി ഉണ്ടാവുക. എപ്പോഴും ഇങ്ങനെ ആളുകൾ ഉണ്ടാവണം. നമുക്ക് ഇതേപോലെ പല ആളുകളെയും കൂടി ക്ഷണിക്കണം. അതായത് ഹൈന്ദവ മതത്തിന്റെ, ഇസ്ലാമിന്റെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതങ്ങളുടെ, അവരുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ, ലീഗിന്റെ, കോൺഗ്രസിന്റെ, SSFന്റെ, SKSFന്റെ, MSFന്റെ, SFIയുടെ, ഇങ്ങനെ തുടങ്ങി ഞാൻ പറഞ്ഞതും പറയാത്തതുമായ എല്ലാ പാർട്ടിയുടെയും സംഘടനകളുടെയും മതങ്ങളുടെയും നേതാക്കന്മാരെ കൊണ്ട് ക്ഷണിച്ചിട്ട് നമ്മൾ അന്നത്തെ ഒരു ദിവസത്തിൽ ആരൊക്കെ വരുന്നു ഒരു 5 മിനിറ്റ് അവരിവിടെ വന്ന് ഇതുവഴി പാസ് ചെയ്യുന്ന ഏതെങ്കിലും നേതാവിനെ അയാൾ ക്ഷണിക്കുക. എന്നിട്ട് 5 മിനിറ്റ് അവിടെ ഇവിടെ വന്നിട്ട് ഈ ഒരു പരിപാടി കാണുമ്പോൾ അവർക്ക് തന്നെ ഒരു അതിശയം ഉണ്ടാകും. അവരൊരു ചരിത്രത്തിന്റെ ഭാഗമാവും. അവരൊരു ആശയം, അവരുടെ ഒരു ആശംസ അറിയിച്ചു പോകട്ടെ. അങ്ങനെ നമ്മളെല്ലാവരും അങ്ങനെ ആളുകൾ കൂടുമ്പോഴാണ്, നേതാക്കന്മാരൊക്കെ വരുമ്പോഴാണ് എല്ലാവർക്കും ഇതിലേക്ക് വരാനുള്ള ഒരു ആകാംക്ഷ കൂടി ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൂടി മനസ്സിലാക്കി രാവിലെ തൊട്ട് 10 മണി വരെ, രാത്രി 10 മണി വരെ നമ്മൾ പല സമയങ്ങളിലായിട്ട് നമ്മുടെ കയ്യിലുള്ള പണമായിട്ടോ ബാങ്കിൽ കൊടുക്കാവുന്ന രീതിയിലുള്ള സ്കാനറിൽ കൊടുക്കാവുന്ന രീതിയിൽ ഗൂഗിൾ പേയോ ഫോൺ പേയോ ആയിട്ടോ ഇവിടെ വരുന്നു. നമ്മൾ അന്നത്തെ ദിവസം ഇവിടെയുള്ള കൗണ്ടറുകളിൽ നമ്മളെ പണം ഏൽപ്പിക്കുന്നു. ആ പണം കൃത്യമായിട്ട് അപ്പൊ തന്നെ അത് സ്ക്രീനിൽ തെളിഞ്ഞു വരും. നമ്മുടെ ഇവിടെ ഒരു സ്ക്രീൻ ഉണ്ടാവും. പിന്നെ നിങ്ങൾക്കൊക്കെ മൊബൈലിൽ കാണാൻ പറ്റും. അതിന്റെ ലൈവ് ലിങ്ക് നമുക്ക് തരും. എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും എല്ലാവരിലേക്കും അത് എത്തും. അത് ത്രൂ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് നിങ്ങൾക്ക് ഇത് വീക്ഷിക്കാൻ പറ്റും. ഗൾഫിലുള്ളവർക്ക് ഗൾഫിൽ ഇരുന്നത് കാണാൻ പറ്റും. നമുക്കത് ഫിനിഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന്റെ ഒരു ക്ലോസിംഗ് സെറമണി ആയിട്ട് നമ്മൾ ഇവിടെ ഇതാക്കിയിട്ട് അവസാനം എല്ലാവരും സന്തോഷത്തോടു കൂടി പിരിഞ്ഞു പോകുന്ന ഒരു രീതിയാണ് ഇതുവരെ അവലംബിച്ചിട്ടുള്ളത്. ഇതിൽ എന്തെങ്കിലും ചേഞ്ചസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടി നമുക്ക് ഇന്ന് പങ്കുവെക്കാം. അതായത് വേറെ എന്തെങ്കിലും ഒരു ഐഡിയ, അതായത് പുറത്തുനിന്ന് പിരിക്കുന്ന ഒരു രീതി നമുക്കില്ല. അങ്ങാടിയിൽ ബക്കറ്റുമായിട്ട് നിൽക്കുക, പോകുന്ന വാഹനങ്ങളെ തടഞ്ഞു നിർത്തിയിട്ട് അവരിൽ നിന്ന് പൈസ പിരിക്കുക, അങ്ങനത്തെ ഒരു സിസ്റ്റം നമുക്കില്ല. നമ്മൾ തന്നെ നാട്ടുകാർ തന്നെ പിരിക്കുക എന്നുള്ളതാണ് ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മാക്സിമം എല്ലാവരും ഇതുമായി സഹകരിക്കുകയാണെങ്കിൽ, എല്ലാവരും ആവേശത്തോടു കൂടി സന്തോഷത്തോടു കൂടി 1 രൂപയെങ്കിൽ 1 രൂപ, 1 ലക്ഷമെങ്കിൽ 1 ലക്ഷം നമ്മളെ കൊണ്ട് വേറെ എവിടെന്നെങ്കിലും കളക്ട് ചെയ്തിട്ടാണ് കൊടുക്കാൻ പറ്റുന്നത്. അങ്ങനെ നമ്മൾ ഇതിലേക്ക് മുന്നിട്ടിറങ്ങിയാൽ 1300 വീടുകൾക്ക് 3800 രൂപ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരാൾക്കും ക്ഷീണമില്ലാതെ വളരെ സിമ്പിളായിട്ട് നമുക്കത് റിക്കവർ ചെയ്യാൻ പറ്റും, നമുക്കത് കളക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അതിന്റെ ഗൗരവം എല്ലാവരും മനസ്സിലാക്കുക. ഈ സന്ദേശം നിങ്ങളുടെ വീടുകളിലേക്ക് എത്തിക്കുക. അന്നത്തെ ദിവസം അതൊരു ആഘോഷമാക്കിയിട്ട്, അതൊരു സന്തോഷത്തിന്റെ ദിവസമാക്കിയിട്ട്, ചരിത്രത്തിന്റെ ഭാഗമാക്കിയിട്ട് നമ്മൾ ഇങ്ങോട്ട് വരുന്നു, നമ്മുടെ പണം കൊടുക്കുന്നു, നമ്മൾ തിരിച്ചു പോകുന്നു. പല മദ്രസകൾക്കും നമ്മൾ അന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതൊക്കെ എന്തിനാ വെച്ചാൽ നമ്മളൊരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇന്നെന്താ മദ്രസക്കോട്, അന്ന് നമ്മുടെ ഷർഫുദ്ദീന് വേണ്ടിയിട്ടുള്ള പിരിവിന്റെ ദിവസമല്ലേ, ഇന്നെന്താ നമ്മൾ വേറെ എന്തെങ്കിലും പോകുന്നത്, അത് ഇന്ന് ആ ഒരു ദിവസമല്ലേ. അപ്പൊ അതുകൊണ്ട് ഇലക്ഷന് നമ്മൾ വോട്ടിന്റെ ദിവസം നമ്മൾ മാറ്റി വെക്കാറുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ പാർട്ടി വലുതാണ്. അപ്പൊ അതേപോലെ നമ്മുടെ നാട്ടിലുള്ള ഒരു ചെറുപ്പക്കാരൻ നമുക്ക് വലുതായി മാറണം. അങ്ങനെ നമ്മൾ അതിലേക്ക് മാറണം. അന്നത്തെ ദിവസം ഇവിടെ തീരെ ചാൻസില്ല, ഒട്ടും ആളുകൾക്ക് സമയമില്ല. വ്യാപാരി വരുന്നതിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് നമ്മളിവിടെ ഫസ്റ്റോ ഇവിടെ ഈ അതിന് മുന്നേ നടന്നൊരു ഓഡിറ്റോറിയത്തിൽ മീറ്റിംഗ് നടന്നതിൽ 1 ലക്ഷം രൂപ ഞങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്നു. അതല്ലാതെ തോപ്പിനോട് കൂടി ഞങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കാശ് കൂടി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ
ഇയാൾ സെക്രട്ടറി പറഞ്ഞ മാതിരി ഒരു 5-10 ചിലപ്പോൾ സംഘടിക്കുമെന്നല്ല. അതുങ്ങൾ വ്യാപാരിയിൽ നിന്ന് കൊടുക്കുകയാണെങ്കിൽ ഇവിടെയുള്ള ഈ ആളുകൾക്ക് വാഗ്ദാനങ്ങൾ ക്ലാസ്സുകൾ പലരും ചെയ്തിട്ടുണ്ട്. പക്ഷേ താൽക്കാലികമായ ആവശ്യത്തിന് ക്ലാസ് ഇല്ല എന്നുള്ള ഒരു അറിവ് കൂടി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. നമ്മൾ പെട്ടെന്ന് ഒരു സ്ലോഗാക്കാൻ സൂചിപ്പിച്ചതാണ്. അപ്പോൾ ഇന്നത്തെ വേദിയിൽ വെച്ചിട്ട് അത് കൈമാറാന്നുള്ളതാണ്. പിന്നെ ഈ അവസരത്തിൽ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ യൂണിറ്റിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലക്കാണ് നമ്മുടെ ഈ യൂണിറ്റിൽ ഉള്ള എന്തെല്ലാം പിരിവുകളുണ്ടോ ഈ യൂണിറ്റിന്റെ നിലവിലാണ് സംബന്ധിച്ച് എന്തെല്ലാം പിരിവുകളുണ്ടോ അതൊക്കെ വരുന്നത് ഈ വ്യാപാരികളായിട്ടാണ്. ഒരു കൈകാട്ടുന്ന ആളാവട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പിരിവാട്ടെ, സംഘടനാ പിരിവ്, രാഷ്ട്രീയ പിരിവ്, മൃഗങ്ങളായാലും പല തരത്തിലുള്ള പിരിവുണ്ടാവും. അതെല്ലാവരും ഒരു അന്വേഷിച്ച് പക്കത്തെ എടുത്തിട്ട് ഒരു അങ്ങാടിയിൽ ഒരാൾ പാട്ട് പാടുന്നുണ്ട്. ആ കായ അതുകൂടി ഒരു പക്കത്തിൽ നിന്ന് എല്ലാ കച്ചവടങ്ങളും എന്തായാലും 100-100 കച്ചവടക്കാർ ഇതിലുണ്ട്. അതിന്റെ പകുതി സഹകരിച്ച് 40 രൂപ മീൻ എടുക്കുകയാണെങ്കിൽ ഈ വന്ന പാട്ട് കണ്ടവർക്ക് 200 രൂപ താങ്ങൂല. അതാണ് ഈ വ്യാപാരികളുടെ ഒരു സംഘടനയുടെ ഒരു ഗുണം എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഈ ഒരു സംഘടനയിൽ എല്ലാവരും എല്ലാ മേഖലയിലും വ്യാപാരികൾ സഹകരിക്കുന്ന സ്ഥിതിക്ക് എന്തൊക്കെ പിരിവുകളുണ്ടോ അതൊക്കെ വ്യാപാരിയുടെ കൊണ്ടിട്ടേ പോവുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഈ വേദിയിലിരിക്കുന്ന ആളോട് ഒരു പ്രസിഡന്റ് എന്നുള്ള എനിക്ക് പറയാനുള്ളത്, ഈ വലിയ വലിയ വൻകിട മാളുകളിൽ നിന്നും, അതായത് ഓൺലൈൻ പരസ്യം എല്ലാവരും കുറയ്ക്കുക മാക്സിമം. അവനവന്റെ മുന്നിലുള്ള കടകളാണോ, ഒരു ഉദാഹരണം പറയാം, നിങ്ങളൊരു 100 രൂപയ്ക്ക് ഒരു മത്തി വാങ്ങിയാൽ ആ മത്തി വാങ്ങാൻ അപ്പുറത്ത് കൂടി പോയിട്ട് തലയർക്കുവാണ്. ആ പറഞ്ഞ വാർത്ത കടയിൽ പോയി കണ്ട സാധനം ഓരോ പുറത്ത് എന്തെങ്കിലും തുണിസാധനങ്ങൾ വാങ്ങാം. അങ്ങനെ ആ പൈസ ഈ നാട്ടിൽ തന്നെ കടന്നിട്ട് ഇങ്ങനെ കടങ്ങുകയാണ്. അപ്പൊ അതിന്റെ ഉപകാരപ്പെടുത്തുന്നുണ്ടാവും. അതുകൊണ്ട് ഇത് ഓൺലൈനാണെങ്കിൽ വൻകിട വിദേശ കമ്പനികളാണ്. ഇവിടെ നമ്മൾ പൈസ എടുക്കുന്ന പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾ വരുന്നത് അത് നമ്മൾ ആ പൈസ പുറത്തൊക്കെ പോണേ. പിന്നെ വലിയ വലിയ മാർഗം കുട്ടികളും മറ്റുള്ളവരും ആരും പോകില്ല, അവർക്കൊന്നും കിട്ടൂല. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള കൈകളൊന്നും നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വാങ്ങാൻ സഹകരിക്കാം. അത് വ്യാപാരത്തെ പ്രസിഡന്റ് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ടാണ് ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുന്നത്. പിന്നെ ഇത്രയും ചെറിയ യൂണിറ്റിന് ആരോടെ ഈ 82 പേര് ഇപ്പൊ മെമ്പർഷിപ്പ് എടുത്ത് കച്ചവടക്കാരുള്ളൂ. 100 കടക്കാൻ പെട്ടത്. ഈ 52 മെമ്പേഴ്സിനോളം അതല്ലാത്ത കുറച്ച് കച്ചവടക്കാരിലേക്ക് അതിനാണ് ഞങ്ങൾ ഇത്രയും കുറഞ്ഞ ദിവസം കൊണ്ട് ഈ 1 ലക്ഷം രൂപ സംഘടിപ്പിച്ചത്. അതുകൊണ്ട് ഈ ചെറുകിട യൂണിറ്റിനെ എല്ലാ ആളുകളും തകർക്കാതെ മാക്സിമം സഹകരിച്ചിട്ട് അത് 100% ആ ഒന്നാക്കി എടുക്കാൻ കഴിഞ്ഞ സെലക്ട് ചെയ്യാം. എല്ലാവരും